ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അതിജീവിക്കുകയുള്ളൂ. അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം. അങ്ങേയറ്റം തോന്നിവാസമാണ് ഈ പറയാം. ബിഗ് ബോസ് സീസൺ 7 കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള ആദിലെ നൂറെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇവരെ ചുറ്റിപ്പറ്റിയിട്ട് എല്ലാവട്ടും വിവാദങ്ങളാണ്. ഇവരുടെ പേര് എവിടെങ്കിലും പൊങ്ങി വരുമ്പോഴത്തേക്ക് കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര ചൊറിച്ചിലാണ്. അതായത് ഇവർ രണ്ടുപേരും തിരഞ്ഞെടുത്ത ഇവരുടെ ജീവിതത്തിനോട് വെറുപ്പാണ് ആൾക്കാർക്ക്. എന്തുകൊണ്ടാണ് ഇത്രയും വെറുപ്പെന്ന് മനസ്സിലാവുന്നില്ല. അതായത് നമ്മുടെ സമൂഹത്തിൽ ഇവർ ജീവിക്കാനേ പാടില്ല, ഇവർ മോശം സ്ത്രീകളാണ് എന്ന തരത്തിലാണ് കുറച്ച് ആൾക്കാർ ഇവരെ ചിത്രീകരിച്ച് വെച്ചിരിക്കുന്നത്. എന്തായാലും ആദില നൂറയുടെ ഒരു ലൈഫ് സ്റ്റോറി ഉണ്ടായിരുന്നു. പണ്ട് നൂറയ്ക്കുണ്ടായ ഒരു മോശം അനുഭവം, അതായത് ഒരാളിൽ നിന്ന് ഉണ്ടായ വളരെ മോശം അനുഭവം നൂറ വന്ന് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് വരെ ആൾക്കാർ കുറ്റം കണ്ടുപിടിച്ചിരിക്കുവാണ്. എന്തായാലും നമുക്ക് ആദ്യമേ ആ ഒരു സ്റ്റോറി കേൾക്കാം. എന്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് എനിക്ക് തീരെ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എന്റെ പാർട്ട്ണറിനോടും എന്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. അതായത് നൂറ 2 വട്ടം അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺകുട്ടികൾ ഇങ്ങനെ ആയി എന്ന് ഉള്ള ഒരു ചിന്താഗതി ഒരുപാട് ആൾക്കാർക്ക് കാണുമായിരിക്കും. പല പെൺകുട്ടികളായാലും പല ആൺകുട്ടികളായാലും ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കുറച്ച് ഡ്രോമ ഉണ്ട്. അതായത് ചൈൽഡ്ഹുഡ് സമയത്ത് നമ്മുടെ ഉള്ളിൽ കയറി പറ്റുന്ന മറക്കാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും കാണുമായിരിക്കാം. അതായത് കുറച്ച് ആളുകൾക്ക്, എല്ലാവർക്കും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ചില ആൾക്കാർക്കൊക്കെ കാണുമായിരിക്കാം. അത് ഒരിക്കലും ലൈഫിൽ മറക്കാനായിട്ട് പറ്റത്തില്ല. സോ ഇവരുടെ ലൈഫിലും ഇതുപോലെ ഒരു സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആദിലയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാലും നൂറയുടെ കേസിൽ എടുത്തു കഴിഞ്ഞാലും വളരെ മോശമായിട്ടുള്ള, ഓർക്കാൻ കൂടി കഴിയാത്ത തരത്തിലുള്ള അനുഭവങ്ങളാണ് ഇവരുടെ ലൈഫിൽ ഇവർ ഫേസ് ചെയ്തിട്ടുള്ളത്. ഇതിനെ പറ്റിയിട്ടാണ് നൂറ പറഞ്ഞു വരുന്നത്. അതായത് നൂറ സൗദിയിൽ എങ്ങാണ്ടായിരിക്കുന്ന സമയത്ത് നൂറ സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലാണ് പറഞ്ഞു വരുന്നത്. ഇതെല്ലാം വാക്കോടെ കേൾക്കാം. ഒരു 8th 9th ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമില് എന്താ പറയാ, നമ്മള് പാവാടയും പായൊക്കെ ഇട്ടിട്ടാണ് ഇറങ്ങുക. ബുദ്ധിമുവരമില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എൻ്റെ അനിയത്തിയും കൂടെയാണ് പോവുക. അപ്പോ എന്താ പറയാ, ഒരാള് എന്നോട് വെച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ച്. അപ്പൊ ഞാന് കാണിച്ചു, ഞാൻ വണ്ടിയാണ്, എനിക്ക് ഇവിടെ നൂറ പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറബി ആയിട്ടുള്ള ഒരു വ്യക്തി വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് പുള്ളിക്കാരത്തെ അപ്രോച്ച് ചെയ്യുന്നു. പുള്ളിക്കാരത്തി വഴി കാണിച്ചു കൊടുക്കാനായിട്ട് അതുവഴി പോകുന്നു. അപ്പം പുള്ളിക്കാരത്തി വിളിച്ചുകൊണ്ട് ടെറസിൻ്റെ മണ്ടയിൽ പോകുന്നു. പിന്നെ മോശമായിട്ടുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു. ഇതിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പം ഈ കാര്യങ്ങൾ കേട്ടപ്പം കുറച്ച് ആൾക്കാർക്ക് ഭയങ്കര രീതിയിലുള്ള ചൊറിച്ചിൽ. സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും ഇങ്ങനെ നടക്കത്തില്ല, നൂറ പറഞ്ഞത് പച്ച കള്ളമാണ് എന്ന തരത്തിലൊക്കെയാണ് ആൾക്കാർ പറയണത്. അതിനകത്തോടൊക്കെ വരാൻ നല്ല രസകരമായിട്ടുള്ള ഒരുപാട് കമൻസ് ഉണ്ട്. ഇത്രയും വിവരദോഷികളായിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചിരിക്കുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് അതിലും വലിയ സങ്കടം. ഞാൻ ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്നത് ബുദ്ധിയും വിവരമൊന്നും വെക്കാത്ത ഒരു പ്രായം. അങ്ങനെ അയാള് എന്നോട് പറഞ്ഞ ഒരു കടയിലുള്ള വഴി കാണിച്ചു തരുമെന്ന് വെച്ചാൽ. എൻ്റെ ഉപ്പൊക്കെ ഒരു കടയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇംഗ്ലീഷിലാട്ടോ പറയുന്നത്, കാരണം എനിക്ക് അറബി അറിഞ്ഞൂടാ, അയാൾ അറബിയാണ്. അപ്പോ ഞാൻ കാണിച്ചു തരാ പറഞ്ഞ് ഞാൻ അയാളെ കൂടെ പോയി. ഓക്കെ, ഇവിടെ ഒരുപാട് പേരുടെ സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അറബി എന്തിന് വഴി കാണിച്ചു തരുമെന്ന് ചോദിക്കുന്നു. അതായത് സൗദി അറേബ്യയിൽ തന്നെ ജനിച്ച് വളർന്ന വ്യക്തിയാണ് അറബി. അപ്പോൾ ആ അറബിക്ക് വഴിയും കാര്യങ്ങളും എല്ലാം നല്ല ബോധമുണ്ടല്ലോ. അപ്പം പിന്നെ എന്തിനാണ് വഴി ചോദിക്കാൻ വേണ്ടിയിട്ട് നൂറെ അപ്രോച്ച് ചെയ്യുന്നതെന്ന്? അയാൾ എന്തുകൊണ്ട് നൂറെ അപ്രോച്ച് ചെയ്തു? അയാളുടെ ഇൻറ്റൻഷൻ എന്താണ്? അയാളുടെ മനസ്സിൽ അത്രയും മോശമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ ഉണ്ടായതിൻ്റെ പേരിലല്ലേ നൂറെ സമീപിച്ചത്? ഇത് ഒരു മനുഷ്യരും ചോദിക്കുന്നില്ല. ഇവർ ലെസ്ബിയൻസ് ആയതിൻ്റെ പേരിൽ നമ്മുടെ സമൂഹം ഇവരെ ഇത്രയും അകറ്റി നിർത്തേണ്ട ഒരു ആവശ്യമില്ല. അവർ മനുഷ്യരല്ലേ. ഇങ്ങനെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് മനുഷ്യർക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്നതാണ്. നാളെ ഇപ്പം നമ്മുടെ മക്കൾക്കൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടായിക്കൂടാ എന്നില്ല. അപ്പോൾ ആ സമയത്ത് അവരെ അകറ്റി നിർത്തുകയല്ല ചെയ്യേണ്ടത്. ഒരുപാട് പേര് വന്ന് എനിക്ക് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിൻ്റെ മക്കൾക്ക് നാളെ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഞാൻ കൂടെ ചേർത്ത് പിടിക്കാനേ നോക്കത്തുള്ളൂ. അല്ലാതെ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താനോ അവരെ കല്ലെറിയാനോ അങ്ങനെയുള്ള രീതിയിലൊന്നും നമ്മളാരും നിൽക്കത്തില്ല. കാര്യം ബോധം വിവരമുള്ളവർ ചെയ്യത്തില്ല. കുറെ വിവരം കെട്ട നാറികൾ മേബി ചെയ്യുമായിരിക്കും. അയാൾ എന്നെ നേരെ കൊണ്ടുവന്നത് എന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിന്റെ മുകളിലേക്ക്, ടെറസിമിലേക്ക്. അപ്പൊ അയാളെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. അയാളെന്റെ കഴുത്തിൽ അത് വെച്ചു. അയാള് എന്തൊക്കെയോ ഫൈൻ. 2 വട്ടം ഞാൻ അബ്യൂസ്ഡ് ആയിട്ടുണ്ട് എന്റെ ചൈൽഡ്ഹുഡില്. കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ പാരന്റ്സിനോടും അത് ഷെയർ ചെയ്യാൻ അങ്ങനെ പറ്റിയില്ലായിരുന്നു ആ ഒരു ടൈമിൽ. കാരണം ഓലെന്ത് വിചാരിക്കും, ഓൽക്ക് വിഷമാവോ പറഞ്ഞ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ പേരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യണം. സൗദി അറേബ്യ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തവൻ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാവത്തില്ല.
കാര്യം ആ നാട്ടിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മുടെ ഈ നാട് കണക്കല്ല. അവിടെ അങ്ങനെയുള്ള പരിപാടിയൊന്നും നടക്കത്തേ ഇല്ല. ഇവിടെ ചിലപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും മറ്റേ ജയിലിൽ കൊണ്ടിടും, കുറച്ച് നാൾ കഴിഞ്ഞ് ജാമ്യത്തിൽ വെളിയിൽ വരുമായിരിക്കാം. പക്ഷെ അവിടെ അങ്ങനെയൊന്നും അല്ല. അവിടെ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. സോ ഇത്തരത്തിലൊക്കെയുള്ള മോശം അനുഭവങ്ങൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്നെങ്കിൽ കഴിവതും പേരൻസിൻ്റെ അടുത്തൊക്കെ ഷെയർ ചെയ്യണം. പേരൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇത് എല്ലാവർക്കും വലിയൊരു ലെസണാണ്. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്, എന്ത് മെസ്സേജാണ് സമൂഹത്തിന് കിട്ടുന്നതെന്ന തരത്തിൽ ഒരുപാട് പേര് വന്ന് പ്രതികരിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെ ഒരു മെസ്സേജാണ്. കാര്യം ഒരു കുട്ടികൾക്കും ഇങ്ങനെ ഒരു അനുഭവം ലൈഫിൽ ഉണ്ടാവരുത്. ഇനി ഓലത് കേട്ട പോലെ എന്താക്കി റിയാക്ട് ചെയ്യുക, എന്നെ ഇനി വീട്ടിൽ തന്നെ ഇടുവോ, അടിച്ചിടുവോ? എനിക്ക് ഭയങ്കര എന്താ പറയാ, ആരോടും പറയാനും പറ്റുന്നില്ല, ഒന്നും ഷെയർ ചെയ്യാനും പറ്റുന്നില്ല. അത് ഭയങ്കര ആയിട്ടുള്ളൊരു സമയമായിരുന്നു ചെറുപ്പകാലം. അപ്പൊ ഇതായിരുന്നു ആ ഒരു സ്റ്റോറി. അപ്പൊ ഈ ഒരു സ്റ്റോറി കേട്ടതിന്റെ പുറവിന് ആൾക്കാർ പറയണത് നൂറ പറഞ്ഞത് പച്ച കള്ളമാണെന്നാണ് പറയണത്. എന്ത് അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എങ്ങനെയാണ് ഇതൊരു പച്ച കള്ളമാകുന്നത്? ഇനി എനിക്ക് വേറെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഒരു വ്യക്തിയുടെ ഒരു വീഡിയോ ഞാനിവിടെ വയ്ക്കാം, അതിനുശേഷം അത് പ്രതികരിക്കാം. അതായത് സ്ഥിരമായിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ഈ മുസ്ലിം മതത്തിൽ തന്നെയുള്ള കുറച്ച് പണ്ഡിതന്മാരോ കുറച്ച് വലിയ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവർക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദിലെ നൂറേം കാണുമ്പോഴത്തേക്ക് ചൊറിച്ചിൽ. ഓക്കെ, ഇവർ ഈ ഒരു സ്റ്റോറി ഒന്നും കേൾക്കുന്നില്ലടേ. അതായത് മുസ്ലിം മതത്തിൽ തന്നെയുള്ള ഒരു വ്യക്തിയിൽ നിന്ന് കൊച്ചുനാളിൽ നേരിട്ട അനുഭവമാണ് നൂറ വന്ന് ഷെയർ ചെയ്തത്. അപ്പം ഇവരിതൊന്നും കാണുന്നില്ലേ? ഇവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ലേ? ഇവരുടെ കണ്ണിൽ ആദിലെ നൂറേം ലെസ്ബിയൻസ് ആണ്, ഇവർ സമൂഹത്തിൽ വെറുക്കപ്പെട്ടവരാണ്, ഇവരെ അകറ്റി നിർത്തണം, അങ്ങനെയുള്ള ചിന്താഗതിയാണ്. പക്ഷേ അവർ കൊച്ചുനാളിൽ ഫേസ് ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ഇവർക്ക് ആർക്കും ഒന്നും പറയണ്ട. ഞാൻ ഒരു വ്യക്തിയുടെ വീഡിയോ ഇവിടെ വയ്ക്കാം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പെൺകുട്ടികളെ കാണിച്ചിട്ട് ഇതേ മനോഭാവമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സ്വതന്ത്രമായി വന്നോളി എന്നാണ് എല്ലാ അച്ഛനമ്മമാർക്കും ആഗ്രഹം. എന്താണ്? അവനവൻ്റെ മക്കൾ പഠിച്ച് നല്ല സ്ഥാനങ്ങളിലെത്തി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായി ആ കുട്ടികളെ താലോലിക്കണം എന്നൊക്കെ ആഗ്രഹം അല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ ഏതെങ്കിലും നിലക്ക് ബിഗ് ബോസ് കാണുന്നുണ്ടെങ്കിൽ ശരിക്കും ശ്രദ്ധിച്ചോളിയും. ഇവിടെ ബിഗ് ബോസ് എന്ന് പറയുന്നൊരു ഷോ കണ്ടിട്ടാണോ ഒരാൾ ലെസ്ബിയനും അല്ലെങ്കിൽ ഗേയും ട്രാൻസ്ജെൻഡറും ഒക്കെ ആവുന്നത്? അത് ജനിക്കുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്ന ഓരോ കാര്യങ്ങളല്ലേ ഇത്? എന്തോരം വിഡ്ഢിത്തരമാണ് ഇവരൊക്കെ വന്നിരുന്ന് സംസാരിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് കുറച്ച് നാളുകൾക്ക് മുന്നേ വന്നതാണ്. ഈ വീഡിയോ ഇവിടെ എടുത്ത് വെക്കാനായിട്ടുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറയുടെ ഈ ഒരു ലൈഫ് സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഈ ഒരു വ്യക്തി എടുത്ത് സംസാരിക്കുന്നതിൻ്റെ പേരിലാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചത്. അതായത് നൂറയ്ക്ക് ഉണ്ടായ വളരെ മോശം അനുഭവം, അതായത് ഈ പറയുന്ന സൗദി അറേബ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് ഒരു അറബിയിൽ നിന്നുണ്ടായ മോശം അനുഭവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഘോരം സംസാരിക്കുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് ഇതൊന്നും വന്ന് സംസാരിക്കാത്തത്? എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിനൊന്നും പ്രതികരിക്കാത്തത്? ഇതിലൊക്കെ കുഞ്ഞുങ്ങൾ അടിമപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് അവരെ ഭാവി ഭാസുരമാകത്തില്ലെന്ന് മാത്രമല്ല, സമൂഹത്തിൻ്റെ മുമ്പിൽ അപമാനഭാരം സഹിക്കാൻ വയ്യാതെ നമ്മളിങ്ങനെ നടക്കേണ്ടി വരും. ഇവർക്ക് ഈ മദ്രസ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അതിൽ പോകുന്ന കൊച്ചു കുട്ടികളെ സെക്ച്വലി അബ്യൂസ് ചെയ്തെന്നും പറഞ്ഞിട്ട് ഈ അടുത്ത് കുറച്ച് വാർത്തയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകൾക്ക് മുന്നേ. നിങ്ങളെല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങളൊന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അതിൻ്റെ പേര് കുറച്ച് പേരെ അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട്. അപ്പം ഇതിനൊന്നും നിങ്ങൾക്കൊന്നും പറയാനില്ലേ? അപ്പോൾ അവരെല്ലാവരും ബിഗ് ബോസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരുന്നോ? അനാവശ്യമായിട്ട് വായിൽ തോന്നുന്ന തോന്നിവാസങ്ങൾ വന്നിരുന്ന് പറയരുത്. ഇല്ല, മഞ്ഞപ്പിത്തം പിടിച്ചവൻ്റെ കണ്ണിലെല്ലാം മഞ്ഞയാന്ന് പറയുന്ന കണക്കാണ് നിങ്ങളിലുള്ള കുറച്ച് ആൾക്കാരുടെ ഒരു രീതിയും പെരുമാറ്റവും എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഞാൻ മുസ്ലിം മതത്തെ ഏറ്റവും കൂടുതൽ വന്ന് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. എൻ്റെ പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം എനിക്ക് ഈ മതത്തോടൊന്നും എനിക്ക് യാതൊരുവിധ വിരോധവുമില്ല. പക്ഷേ ഇവരുടെ കുറച്ച് പരിപാടികളുണ്ടല്ലോ, അതായത് പെൺകുട്ടികൾ പർദ്ദ മാത്രം ഇട്ടുകൊണ്ട് നടക്കണം, പെൺകുട്ടികൾ വീട്ടിൽ തന്നെ കുത്തിയിരിക്കണം, അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിന്താഗതികളൊക്കെ ഉണ്ടല്ലോ. അതിനോടൊന്നും എനിക്ക് സത്യം പറഞ്ഞ ഒരു യോജിപ്പുമില്ല. എന്താ ഈ അപമാനഭാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എല്ലാവരും ഈ സമൂഹത്തിൽ നമ്മൾ ഇതുവരെ നിലനിർത്തി പോകുന്ന ഒരു സദാചാരം ഉണ്ടല്ലോ, അത് ഏതെങ്കിലും മതത്തിൻ്റെ ദർശനങ്ങൾ മാത്രമല്ല. ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു സമൂഹം മുന്നോട്ട് പോകണമെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ ആണും പെണ്ണും ഇണചേർന്ന് പ്രത്യുൽപാദനം നടത്തി അങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു സമൂഹം അതിജീവിക്കുകയുള്ളൂ. അതിനൊക്കെ ഘടകവിരുദ്ധമായാണ് ഈ പ്രവർത്തനം. അങ്ങേയറ്റം തോന്നിവാസമാണ് ഈ പറയാം. നിങ്ങളെപ്പോലെയുള്ള കുറച്ച് ആൾക്കാർക്ക് യാതൊരു ബോധവുമില്ല. കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ മലപ്പുറത്ത് ഏതൊരു വായി നോക്കി വീട്ടിൽ പ്രസവം എടുക്കാനായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം ആ സ്ത്രീ അങ്ങ് മരണപ്പെട്ടു. അതായത് അവർ പഠിച്ചിട്ടുള്ള രീതി അനുസരിച്ച് ഹോസ്പിറ്റലിൽ പോകാനേ പാടില്ല. ഇങ്ങനെയുള്ള കുറേ വിവരദോഷികളുടെയൊക്കെ നമ്മൾ എന്ത് വന്ന് പറയാനാണെന്ന് എനിക്കറിയത്തില്ല. സോ അതുകൊണ്ട് ഈ ഒരു പുള്ളിയുടെ പേരെന്തോ അൻസാരി എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമേ ലോകം എന്താണെന്ന് തിരിച്ചറിയുക.
നിങ്ങളിപ്പോൾ ഈ ഖുറാൻ്റെ ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ പുറത്തിറങ്ങി സമൂഹത്തോടൊക്കെ നിങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയൊക്കെ ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എങ്കിലും നിങ്ങൾക്ക് കുറച്ചൊക്കെ വിവരവും ബോധവും വരത്തുള്ളൂ. ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ലെസ്ബിയൻസ് ആവും, ഗേ ആവും എന്നൊക്കെയുള്ള രീതിയിലൊക്കെ വന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആ കുട്ടിയുടെ ഒരു വളരെ മോശം ഇൻസിഡൻറ്റ് ഷെയർ ചെയ്ത സമയത്ത് പോലും നിനക്കൊന്നും വന്ന് സപ്പോർട്ട് ചെയ്ത് ഒരു വാക്ക് പോലും സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി അതും പോട്ട്, ഇവിടെ ഒരുപാട് കേസുകൾ ഈ ചൈൽഡ് അബ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ മതത്തിൽ തന്നെയുള്ള കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ പറയുന്ന മദ്രസയുടെ ഒരു കേസ്, ആ ഒരു വിഷയത്തിലും ഈ ഒരു വ്യക്തി വന്ന് എവിടെയും സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇനി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വഴി, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് അതിനുള്ള വാതിലാണ് ഈ തുറന്നിരുന്നത്. രക്ഷകർത്താക്കൾ നന്നായിട്ട് മനസ്സിലാക്കിക്കോളി. ഇനി ജുനൈ ജോഹരി പറയുന്ന ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. എത്രയോ കാലമായി ഇത്തരം റിയാലിറ്റി ഷോകൾ നമ്മുടെ കേരളത്തിൽ നടക്കുന്നു. അതിൽ നിന്ന് ഗുണകരമായ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോയാണ്, അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. സമൂഹത്തിന് നല്ലതായിട്ടുള്ള കാര്യങ്ങൾ ഡെലിവറി ചെയ്യണമെന്നും അല്ല അവിടെ പോണത്. അതെങ്കിലും നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. അത് ഇറ്റ്സ് ജസ്റ്റ് എ റിയാലിറ്റി ഷോ. അതൊരു ഗെയിമാണ്, മനസ്സിലായ? അത് ജീവിതമല്ല. അവിടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ആൾക്കാർ 50 ലക്ഷം രൂപ മേടിച്ച് വീട്ടിൽ പോകും. അല്ലാതെ സമൂഹത്തിന് നല്ലതുണ്ടാക്കി കൊടുക്കാൻ പോകുന്ന പരിപാടിയല്ലത്. ഈ അടച്ചിട്ട മനുഷ്യരെ മുഴുവനും ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിലൂടെ ഏതെങ്കിലും സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒന്നുണ്ടായിട്ടുണ്ടോ? അതിൽ നിന്ന് നമ്മുടെ മക്കൾക്ക് പകർത്താവുന്ന ഏതെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇത് കേരളത്തിൻ്റെ വലിയ ഒരു ബഹുമുഖ പ്രതിഭയായ മോഹൻലാൽ അടക്കമുള്ള ആളുകൾ എന്തെങ്കിലും എൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, എന്ത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്നത്? ഞങ്ങൾ ഈ നാട്ടിലുള്ള എല്ലാ മതസ്ഥരും ഞങ്ങളുടെ മക്കളിൽ ഞങ്ങൾ കാണുന്ന വലിയൊരു ഭാവിയുണ്ട്. ഇപ്പം ലാലേട്ടൻ്റെ ആണെങ്കിലും മറ്റു പ്രതിഭകളുടെ കഷ്ടം തോന്നുന്നു. ഇവരുടെയൊക്കെ നമ്മൾ സംസാരിച്ചിട്ട് ഒരു പ്രയോജനമില്ല. കാര്യം യാതൊരു ബോധവും വിവരവും ഇല്ലാത്ത ആൾക്കാരാണ് കേട്ടോ ഇതൊക്കെ. ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ വീഡിയോസ് തന്നെ നിങ്ങൾ ഇഗ്നോർ ചെയ്തു. ഈ പറയുന്ന കൊച്ചു കുട്ടികൾ ഇങ്ങനെയുള്ള പരിപാടികൾ കാണരുതെന്നല്ലേ പറയുന്നത്. കൊച്ചു കുട്ടികൾ ദൈവത്തെ ഓർത്ത് ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഒന്നും വീഡിയോകൾ പോയി കാണാതിരിക്കാൻ വേണ്ടി കഴിവതും ശ്രമിക്കുക. ഇനി ഞാൻ ഇതിൻ്റെ താഴെ വന്ന കുറച്ച് കമൻറ്റ്സ് ഞാൻ വായിച്ചു തരാം. ഈ നൂറയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഈ നൂറയ്ക്കുണ്ടായ മോശം അനുഭവം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റായിട്ട് വന്ന സമയത്ത് അതിൻ്റെ താഴെ വന്ന കമൻറ്റ്സ് ആണത്. ആ കുട്ടി എന്തുകൊണ്ട് ആണിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നതിൻ്റെ കാരണവും ഇതാവും. ആണിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായ ഒട്ടുമിക്ക സ്ത്രീകൾക്കും പിന്നീട് ആണിനെ വിശ്വസിക്കില്ല. അത് വളരെ സത്യമാണ്. ഒരാണിൽ നിന്ന് വളരെ മോശമായിട്ടുള്ളൊരു അനുഭവം ഒരു പെൺകുട്ടിക്ക് നേരിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാവരെയും വിശ്വസിക്കാൻ ഭയങ്കര പാടാണ്. അത് പല കേസുകൾ നമുക്ക് എടുക്കാം. ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഒരുപാട് ഇൻസിഡൻസ് ഉണ്ട്. ഇനിയിപ്പം ഈ ചൈൽഡ്ഹുഡ് ഡ്രോമ ആയാൽ തന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞാലും ഇതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഇനി അടുത്ത കമൻറ്റ് വായിക്കാം. അറബിയുടെ നാട്ടിൽ പോയിട്ട് അറബിക് വഴി കാണിച്ചു കൊടുത്ത ബുദ്ധിയും വിവരവും ഇല്ലാത്ത, ഇപ്പോഴും ബുദ്ധിയും വിവരവും വെക്കാത്ത തിരുട്ടുമണ്ടി. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാരെല്ലാം മുസ്ലിംസാണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അതായത് അതിലെ നൂറേം കാണിച്ചത് ഏറ്റവും വലിയ അപരാധമാണെന്ന് ചിന്തിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ കമൻ്റ് ഇടുന്നത്. ഇതുപോലെയുള്ള ഒരുപാട് കമൻസുകളുണ്ട്, വളരെ മോശമായിട്ടുള്ള രീതി. എനിക്കത് വെക്കാൻ പറ്റത്തില്ല. കാര്യം യൂട്യൂബിൻ്റേതായിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ ഉണ്ടായതിൻ്റെ പേരിൽ ആ കമൻസ് കാണിക്കാൻ പറ്റത്തില്ല. ഒരു സ്ത്രീക്കുണ്ടായ ഒരു അനുഭവം വന്നിരുന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ ഷെയർ ചെയ്യുമ്പം ഇത്രയും മോശപ്പെട്ടുള്ള രീതിയിൽ ആൾക്കാർ എന്തുകൊണ്ട് വന്ന് പ്രതികരിക്കുന്നതെന്ന് അറിയാൻ വയ്യ. എന്തായാലും അവരവരുടെ ലൈഫ് എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ. പക്ഷേ ഇപ്പം ഞാൻ വേറൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ടോപ്പ് 5 വരേണ്ട ഒരു കണ്ടസ്റ്റൻസ് ആണ്. ഇതിൻ്റെയൊക്കെ പേരും പറഞ്ഞിട്ട് ഒരിക്കലും ഇവരെ ഒന്നും സമൂഹത്തിൻ്റെ മുന്നിൽ അകറ്റി നിർത്തരുത്. നാളെ ഏതൊരു സ്ത്രീകൾക്കും സംഭവിക്കാവുന്ന കാര്യമാണ് നൂറ പറഞ്ഞത്. എന്തായാലും ഇതൊരു നല്ലൊരു മെസ്സേജായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. കഴിവതും വീട്ടിൽ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരോട്ടൊക്കെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ വയ്ക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.